നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കുറേ അധികം തക്കാളിക്ക പഴുത്തത് പറിച്ചുകൊണ്ട് വന്നേ. ഒരുപാടുള്ളപ്പോഴത്തേക്ക് എന്ത് ചെയ്യാനാ, ഞാൻ അന്നേരം ഓർത്തു ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് തക്കാളിക്കയുടെ പ്യൂരി തയ്യാറാക്കി വെക്കാമെന്നേ. അതിന് വേണ്ടിയിട്ട് തക്കാളിക്ക അതാ ഇങ്ങനെ ഒരു ചെറുതായിട്ട് മുറിച്ച് ഒന്ന് ആവി കയറ്റി, ഒരു 4-5 മിനിറ്റ് ആവി കയറ്റി. ഇതെല്ലാം തൊലിയെല്ലാം ലൂസായിട്ടുണ്ട്. ഇനി ഈ തൊലിയെല്ലാം നമുക്ക് ഇളക്കിയെടുത്ത് ഇത് മിക്സിയിലിട്ടൊന്ന് അരിച്ച് പറ്റിച്ചെടുക്കാമേ. ആദ്യമേ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് തയ്യാറാക്കിയെടുക്കാം. തൊലി കളഞ്ഞെടുത്ത ഈ തക്കാളിക്ക നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് കുരുവും എല്ലാം കളഞ്ഞ് പൾപ്പ് മാത്രമായിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാമേ. തക്കാളി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കുരു ആ വേസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്, അതങ്ങ് കളയാം. ഇനിയും ഈ അരിച്ചെടുത്ത പ്യൂരിയിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ കുറച്ച്, പിന്നെ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ച് ചാറ് കുറുക്കിയെടുക്കാം. ഒരു 20-25 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചാറ് വറ്റിച്ചെടുക്കാം. ഇത്രയും തക്കാളിക്ക കിട്ടി ഒന്നിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് കേടായി പോകും. അതേ സമയത്ത് തക്കാളിക്ക ഇല്ലാത്ത സീസണിൽ നമ്മളിങ്ങനെ പ്യൂരി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ തക്കാളിക്ക ചേർത്ത് വെക്കുന്ന ഏതൊരു കൂട്ടാനും അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ചില സമയങ്ങളിൽ തക്കാളിക്ക് ഒരുപാട് വിലയും കൂടാറുണ്ടല്ലോ. അപ്പം വില കുറവുള്ള സീസണിൽ നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചാണെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില കൂടുതലുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനി നന്നായിട്ട് ഇളക്കി നമുക്ക് അടുപ്പത്ത് വെച്ച് വെള്ളം പറ്റുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഇത് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലോ അലുമിനിയത്തിൻ്റെ പാത്രത്തിലോ തയ്യാറാക്കരുത്. തക്കാളിക്ക പുളിയുള്ളതായതുകൊണ്ട് അതുമായിട്ട് പ്രവർത്തനം നടക്കും, കളറ് മാറും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കാൻ പറ്റും. ഇതിനി ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോഴത്തേക്ക് ചാറൊക്കെ കുറുകി വരുവേ. ആ സമയത്ത് നമുക്ക് കാണാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലായതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റായി, നന്നായിട്ട് തിളച്ചു. ചാറ് വറ്റിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ചാറ് വറ്റിയിട്ട് കാണാം. സ്വല്പം മുളക് പൊടി ചേർത്തത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. നല്ല പൾപ്പുള്ള തക്കാളിക്ക ആയതുകൊണ്ട് ആവശ്യത്തിന് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയുടെ പ്യൂരി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 30 മിനിറ്റോളം പിടിച്ച് ഇതൊന്ന് കുറുകി വരാനായിട്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഗ്ലാസിൻ്റെ ബോട്ടിലിലാക്കാം. അന്നേരം നമുക്ക് കാണാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരിയുടെ ചൂടെല്ലാം മാറി നമുക്കിനി ഇത് നന്നായിട്ട് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് ഗ്ലാസിൻ്റെ കുപ്പിയിൽ റെഡിയാക്കി. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ വളരെ നാൾ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 3-4 മാസം വരെ ഉപയോഗിക്കാം. വെളിയിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കകം ഉപയോഗിച്ച് തീർക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം കൂടി ഉപയോഗിച്ച് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ചെറിയ കുപ്പി ഫ്രിഡ്ജിലും ബാക്കി ഫ്രീസറിലുമായിട്ടാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഇതൊന്ന് കുപ്പിയിലോട്ടാക്കി എടുത്തിട്ട് നമുക്ക് കാണാം. നമുക്ക് ഈ കുപ്പിയിൽ ഒരു കുപ്പി നിറച്ച് അങ്ങ് കഴുത്ത് വരെ എടുത്തില്ല, താഴെ എടുത്തു, ഇത്രയും വരെ എടുത്തു. കാരണം പുളിയുള്ള സാധനമല്ലേ, പുളിച്ച് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശകലം സ്പേസ് ഇട്ട് കൊടുത്തു. ഈ കുപ്പിയിൽ ഇത്രയും എടുത്തു. ഇത് ഫ്രീസറിനകത്ത് സൂക്ഷിക്കും, ഇത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കും. ആവശ്യമുള്ളപ്പോൾ നമുക്കൊരു 2-3 സ്പൂണ് തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് കറിക്കകത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിക്ക ചേർക്കുന്ന അതേ ഇഫക്റ്റ് ആയിരിക്കും കറികൾക്കൊക്കെ. ഈ വില കുറവുള്ള സമയത്ത് എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വില കൂടുന്ന സമയത്ത് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ബഡ്ജറ്റ് നീക്കാൻ പറ്റും.